നിരാശയുടെ 3 ദിനങ്ങൾക്കപ്പുറം പ്രത്യാശയുടെ 3-ാം ദിനം, ഉയിർപ്പ്. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ പൂർണ്ണത എന്നതിനോടൊപ്പം പ്രതീക്ഷ നഷ്ടപ്പെട്ട ജനത്തിൻ്റെ നിലവിളിയുടെ പ്രത്യുത്തരം കൂടിയാണ് ഉയിർപ്പ്. കാലഘട്ടങ്ങൾ മാത്രമേ മാറിയിട്ടുള്ളൂ. അന്നുമിന്നും മനുഷ്യർ അനുഭവിക്കുന്ന ദുഃഖദുരിതങ്ങൾ ഒന്നുതന്നെ. അതിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കാൻ കാലത്തിൻ്റെ പൂർണ്ണതയിൽ അവൻ വീണ്ടും വരും. ഉയിർപ്പ് മനുഷ്യന് ദൈവം തന്ന ഉറപ്പ്. ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? മരണത്തിന് ശേഷം 3-ാം നാൾ താനും ഉയർക്കുമെന്ന് ആ മനുഷ്യൻ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞത് ഞങ്ങളിപ്പോൾ ഓർക്കുന്നു. അവൻ്റെ ശിഷ്യന്മാർ അവൻ്റെ ശരീരം കല്ലറിൽ നിന്ന് മോഷ്ടിച്ച് 3-ാം നാൾ അവൻ ഉയർത്തുവെന്ന് ജനങ്ങളോട് പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ പ്രശ്നങ്ങൾ വീണ്ടും ഗുരുതരമാകും. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? കല്ലറയ്ക്ക് ശക്തമായ കാവൽ ഏർപ്പാടാക്കണം. അതല്ലാതെ മറ്റൊരു വഴി ഞങ്ങൾക്ക് തോന്നുന്നില്ല. കള്ളക്കളികൾ പലതും കളിച്ചും തെളിവുകൾ നിരത്തിയും കള്ളസാക്ഷ്യങ്ങൾ ഉപയോഗിച്ചും ഒരു നീതിമാനായ മനുഷ്യനെ കുറ്റക്കാരനും ദൈവദൂഷണം പറയുന്നവനുമാക്കി മാറ്റി. കുരിശുമരണമാണ് അവനുള്ള ഏറ്റവും വലിയ ശിക്ഷ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുകയും ചെയ്തു. ഇനി കാവലേർപ്പെടുത്താൻ നിങ്ങൾക്ക് എന്റെ അനുവാദം എന്തിന്? നിങ്ങൾക്കും ഒരു കാവൽ സേന ഉണ്ടല്ലോ. പോയി നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യുവിൻ. ശബ്ദമുണ്ടാക്കാതെ പടയാളികൾ ഇവിടെ ഉണ്ടാകും. കനത്ത സുരക്ഷയാണ് അവർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെയെങ്ങും ആരെയും കാണുന്നില്ലല്ലോ. പടയാളികൾ മറിഞ്ഞിരുന്ന് നമ്മെ ആക്രമിക്കാനായിരിക്കുമോ? ഭയപ്പെടാതെ നമുക്ക് ധൈര്യമായി കല്ലറയിലേക്ക് പോകാം. ശരിയാണ്, ഇവിടെ ആരുമില്ല. ഒരുപക്ഷെ പടയാളികൾ എത്തിയിട്ടുണ്ടാവില്ല. അവിടെ ആരോ ഇരിക്കുന്നുണ്ടല്ലോ. അമ്മ മറിയം, അമ്മേ, നീ എന്താ ഇവിടെ? എന്റെ പുത്രനെ ഗുരുവിനെ അവർ ഒരുപാട് വേദനിപ്പിച്ചു. എത്ര ക്രൂരമായാണ് പടയാളികൾ അവനോട് പെരുമാറിയത്. എങ്കിലും ഒരു പരാതിയും കൂടാതെ അവനെല്ലാം നമുക്ക് വേണ്ടി സഹിച്ചു. ഈ പുതിയ കല്ലറയെങ്കിലും ഗുരുവിന് നൽകിയത് നമ്മുടെ ഭാഗ്യം. നിക്കോദേമോസിന്റെ പ്രത്യേക അഭ്യർത്ഥനയിലാണ് അവർ ഗുരുവിന്റെ ശരീരം തന്നെ നമുക്കായി വിട്ടു നൽകിയത്. ഇല്ല, അവനെ കല്ലറയിൽ ഒതുക്കാൻ അവർക്കാവില്ല. അവൻ ആരെന്ന് പുരോഹിതരും പടയാളികളും തിരിച്ചറിഞ്ഞില്ല. അവൻ ദൈവപുത്രനാണ്. അവൻ സത്യമായും ഉയർത്തെഴുന്നേൽക്കും. അവന്റെ ഉദ്ധാനത്തിന്റെ ദർശനത്തിനായാണ് ഈ അമ്മ കല്ലറയിൽ കാത്തിരിക്കുന്നത്. ആരാണ് അവിടെ? ആരോടും ഇങ്ങോട്ട് പ്രവേശിക്കരുത് പറഞ്ഞിട്ടുള്ളതല്ലേ? ഇറങ്ങു വേഗം. ഇനി പരിസരത്ത് പോലും ആരെയും കണ്ടുപോകരുത്. ഇവൻ നിന്നെ എവിടെയോ കണ്ടുപരിചയമുണ്ടല്ലോ.
എന്താണ് നിന്റെ പേര്? നീ ആരാണ്? ഞാൻ ലാസർ. നീയല്ലേ കഴിഞ്ഞ നാൾ മരിച്ചടക്കപ്പെട്ടത്? അതെ, ഞാനാണ് മരിച്ചടക്കപ്പെട്ടത്. എന്റെ ഈ സഹോദരിമാരെ ഉപേക്ഷിച്ച് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയാൻ വിധിക്കപ്പെട്ടവൻ. പിന്നെ നീ ഇവിടെ? മറ്റെല്ലാവരെയും പോലെ ഞാനും കല്ലറയിൽ അഴിഞ്ഞില്ലാതായേനെ. പക്ഷെ ഇവൻ, നിങ്ങൾ പീഡിപ്പിച്ച് കുരിശിൽ തറച്ചു വന്ന ഇവൻ, എന്റെ ഗുരു, എന്നെ മരണത്തിന്റെ താഴ്വരയിൽ നിന്ന് ജീവന്റെ പ്രകാശത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. നിങ്ങൾ എന്താ വിചാരിച്ചേ? ഇവനെ ഈ കല്ലറയിൽ ഇല്ലാതാക്കാമെന്നോ? ഇവനെ ഒരിക്കലും ഈ കല്ലറയിൽ നിങ്ങൾക്ക് പൂട്ടിയിടാനാവില്ല. അവൻ സത്യമായും ഉയർത്തെഴുന്നേൽക്കും. നിർത്ത്. ഇനി ഒരക്ഷരം വേണ്ടിയാൽ നിനക്കും ഇത് തന്നെയായിരിക്കും വിധി. നീ എന്താ പറഞ്ഞേ? ഇവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നോ? ഒരിക്കലുമില്ല. നീ ഇത് കണ്ടോ? ഈ ബലമുള്ള ചങ്ങലകൾ, ഈ ചങ്ങലക്കിട്ട് ഈ കല്ലറകൾ ബന്ധിച്ചാൽ ഇതിൽ നിന്നൊരിക്കലും അവന് പുറത്തു കടക്കാനാവില്ല. ഇനി ആരെങ്കിലും ഈ ചങ്ങലകൾ തകർത്ത് അവനെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ പിന്നെ അവൻ ഇവിടുന്ന് പുറത്തു കടക്കില്ല. ഇവരെ പുറത്താക്ക്. ഇവർ അവന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പഴുതുകൾ കണ്ടെത്താൻ എത്തിയതായിരിക്കും. ഇവന്റെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയി ഉയർത്തെഴുന്നേറ്റു എന്ന കള്ളം പറയാൻ. കടക്ക്. ഇനിയൊരു നിമിഷം നിങ്ങളിവിടെ കണ്ടുപോകരുത്. ഇവൻ ഉയർക്കുമെന്ന്. ഈ ചങ്ങലകൾ ഭേദിച്ച് ഈ കല്ലറയിൽ നിന്നും ഇവൻ ഉയർക്കുന്നത് ഒന്ന് കാണണം. ഞാനിപ്പോൾ പോകുന്നു, എൻ്റെ പിതാവിൻ്റെ കൂടെ ആയിരിക്കാൻ.
പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതുവരെ നിങ്ങൾ ജെറുസലേമിൽ തന്നെ ആയിരിക്കും. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. ഓർമ്മിക്കുക, യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും.